ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മാരേജാണ്. സോ അതിന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ സാരിയൊക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 1 പീറ്റ് ഇട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇതെന്താവുമെന്ന്. ബട്ട് ഞാൻ 1 പീറ്റൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ഫേസിൽ വന്നിട്ട് കുറച്ച് ടോണർ അടിച്ച് വെക്കാം. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ, ടോണിറ്റപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ടോണർ എപ്പോൾ അടിക്കുമ്പോഴും വിചാരിക്കും കുറച്ചേ അടിക്കാവുള്ളൂ, തോന്നി അടിച്ചാൽ അത് ഉണങ്ങാൻ പാടാ, അല്ലെങ്കിലും ഒരു ഗ്രീസി എഫക്റ്റ് നമ്മളുടെ ഫേസിൽ തരും എന്നൊക്കെ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യാം. കാരണം 9 മണിക്കാണ് പോകേണ്ടത്, 8:49. എന്താ ചെയ്യാം? ഇതാണ് കേട്ടോ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ കമ്മലും കൂടി ഇടാം. ഓക്കെ, ഇനി ഏകദേശം എൻ്റെ ടോണർ അബ്സോർബ് ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് നമുക്ക് ഹൈലറോണിക് ആസിഡ് യൂസ്. ഞാനൊരു പ്രൈമർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് മറന്നുപോയി. സാരിയില്ലല്ലേ. അയ്യോ, ഞാൻ നെയിൽ സെറ്റാക്കില്ല. സാരില്ല, എന്തൊക്കെയോ എല്ലാം മറന്നു. ഫാസ്റ്റിങ്ങിൻ്റെ എഫക്റ്റ് ആണ്, എല്ലാം മറന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്കിനി ഐലൈൻ ചെയ്തു. ഐലൈനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചെയ്യേണ്ടത്. എല്ലാ ക്രീമും യൂസ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണിത്. പക്ഷെ എനിക്ക് ഈ സിറമൊക്കെ ഉണങ്ങാനുള്ള ടൈം ഉണ്ടല്ലോ, അതിലെനിക്ക് കുറവാണ്. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്ത സ്കെയിൽ മ്യൂസിയം യൂസ് ചെയ്യാനാണ്. അതിന് ശേഷമാണ് എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ പ്രശ്നം, ഉണങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഐ ആയാലും ലിപ്പായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫേസിൽ തൊടാൻ പാടില്ല, എന്നാലേ ഇത് സെറ്റാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫൗണ്ടേഷനുള്ള ഇറ്റ്സ് എ BB ക്രീം, നമുക്ക് BB ക്രീം ഇട്ട് കൊടുക്കാം. എടുത്തിട്ടുള്ളൂ, നോക്കാം എന്തായിട്ട്. ഇവിടെ തോനെ ആയാലും ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ അവർ നോർമലൈസ് ആവും. ബട്ട്
നമുക്ക് ഒരുമാതിരി ഒരു വിയേർഡ് ഫീലിംഗ് കിട്ടും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ബെറ്റർ. നെക്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. അതെല്ലാം നമുക്ക് നെക്കിൽ ഫേസിൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നില്ല എങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ കൺസീലർ യൂസ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ കൺസീലർ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഐഡിയുണ്ട്. മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ബട്ട് ഇത് കുറച്ച് ഡാർക്കാണ് കേട്ടോ. സൂപ്പർ സ്റ്റേ ചെയ്യണം, ബട്ട് ഡാർക്കാണ്. അറിയില്ലല്ലേ, ഇന്ന് മെബിലിൻ്റെയും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് മറന്നു. ബ്ലഷ് ഇട്ടാലോ? ഞാനൊരു ബ്ലഷിൻ്റെ ബിഗ് ഫാനെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ബ്ലഷ് ഇടാൻ. ചുമന്നിരിക്കട്ടെ. ഇവിടെ ഞാനൊരു കൺസീലർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ വ്യത്യാസമുണ്ട് ഇവിടെ. ഈ സാധനം എന്നത്തേക്ക് പോവാവും. എല്ലാം കൂടെ മിക്സാക്കിയ ഒരു കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഗോൾഡും ഓറഞ്ചും ഒരു ഷിമർ ഗോൾഡും. എൻ്റെ കണ്ണ് തുറന്നാൽ അത് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് സംശയം. റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് വെക്കാമെന്ന് വിചാരിക്കണം ഞാൻ. ഈ കുത്ത് കിട്ടു. ഇനി ഞാനൊരു കറുത്ത കുറച്ച് വള വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കാം. അടുത്ത വളയാണ്. കുപ്പി വള ഇട്ടാൽ കൈ സ്വന്തം പൊട്ടിക്കും. ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി എനിക്ക് ഹെയറിലൊന്നും ചെയ്യണ്ട എന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ ഇന്നലെ ഹെന്ന ചെയ്ത് ഹെയർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ഫൈനൽ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ ആണെന്ന് തോന്നുന്നു. സോ ഞാൻ താഴോട്ട് പോയി അമ്മയൊന്ന് റെഡിയാക്കട്ടെ. അതിനുശേഷം എനിക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കല്യാണത്തിന് പോയിട്ട് ഓക്കെ. അങ്ങനെ മാരേജ് ഫങ്ഷൻസൊക്കെ മാരേജ് ഫങ്ഷനൊക്കെ നമ്മൾ നന്നായിട്ട് കഴിഞ്ഞു. ഇനി റിസപ്ഷനാണ്. സോ റിസപ്ഷന് പോകാനായിട്ട് റെഡി ആവണം. സോ ഞാൻ ഈ ഒരു ഡാർക്ക് ചുരിദാറാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നൈറ്റ് അല്ലേ,
പിന്നെ കുറച്ച് ഡാർക്ക് തീം ആക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഒന്ന് ഫ്രഷപ്പായിട്ട് ഞാൻ രാവിലത്തെ മേക്കപ്പൊക്കെ അഴിക്കാനായിട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് റിമൂവർ ഞാൻ കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മേക്കപ്പിലിട്ട് പോവാം. അപ്പം നമ്മുടെ ഫേസ് എന്താ ചെയ്യാം, പഴയതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഫേസിൽ ആദ്യമേ ഞാൻ ഡ്രസ്സ് ഇട്ടു. പിന്നെ ബാക്ക് കുറച്ച് ഇറങ്ങിയപ്പോൾ ബട്ട് ഇഷ്യൂ ഇല്ല, നല്ല ഡാർക്കാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഫേസിൽ നല്ലൊരു ടോണർ അടിക്കാം, കുറച്ചടിക്കാം. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ടോണർ അടിച്ചു. ഇനി എനിക്കൊരു കമ്മലും മാലയും വേണം. ഇത് ഞാനൊന്ന് നോക്കട്ടെ ഏത് കമ്മൽ മാല ഇടുന്നു. എൻ്റെ കയ്യിൽ സിൽവറാണ് ഇതിൻ്റെ കൂടെ പോകുന്നത്. സിൽവറിൻ്റെ നോക്കട്ടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഈ കമ്മലാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ കമ്മൽ. കാണാതിരുന്നതാണ് എവിടെയോ. ഓക്കെ, ഇനി നമുക്ക് സിറം ഇടാം. ടോണിക് ആസിഡ് സിറമാണ് കേട്ടോ ആദ്യം ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിറം ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഞാൻ വന്ന ഉടനെ തന്നെ ഫേസ് ഐസിൽ ഡിപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്തു. ഞാൻ രാവിലെ പോകുന്നതിന് മുന്നേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നല്ലതാണെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. സോ ഞാൻ കുറച്ച് ദിവസം അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നാളെ എനിക്ക് ട്രിവാൻഡ്രം പോകണം. സോ ട്രിവാൻഡ്രം പോകുമ്പോഴായാലും ഞാൻ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാം. ഓക്കെ, ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഈ ഒരു BB ക്രീമും നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ. സ്ട്രോപ്പ് ക്രീം കുറച്ച് കൂടുതൽ എടുത്തോളൂ. ഞാൻ സിൽവറാണ് എടുക്കുന്നത്, അതിൽ തിളങ്ങി നിൽക്കണ്ടേ നമുക്ക്. സോ രണ്ടും കൂടെ നന്നായിട്ട് നമ്മളിവിടെ ഹാൻഡിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം, എന്നിട്ട് അപ്ലൈ ചെയ്യാം. നെക്കിലിട്ട് കൊടുക്കേ. സ്പോഞ്ച് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് എനിക്കിത് ഹാൻഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ബ്ലെൻഡ് ആയിക്കോളൂ. ഇത് നൈറ്റ് ഫങ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് ഹൈലൈറ്റേഴ്സ് ഗ്ലിറ്ററിങ് എഫക്റ്റ് തരുന്ന എന്തായാലും നമുക്ക് കുറച്ചധികം യൂസ് ചെയ്യാം. ഒട്ടും ഒരു എന്താ ഓവറാവത്തില്ല. ബ്ലഷും ഇതും കൂടെ ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലഷ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതുമായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇവിടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഓവർ കുറച്ച് ഡാർക്ക് ഇച്ചിരി റെഡാണ്, ഓവറാവാത്ത രീതി റെഡ് ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഡാർക്ക് ലിപ് ലൈനറാണ് കേട്ടോ വരച്ചേക്കുന്നത്, അപ്പോൾ ഒരു ഓവറാവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കുഞ്ഞൊരു പൊട്ടുകട. ഇനി ഈവനും ഫങ്ഷനിൽ പോകുമ്പം നമുക്ക് മുകളിലും താഴെയും കൂടെ വേണ്ട, ഒന്ന് താഴെ എഴുതാം, ഒന്ന് മുകളിൽ എഴുതാം. ഞാൻ താഴെ എഴുതാമെന്ന് വിചാരിക്കുന്നത്. താഴെ എഴുതി കൊടുക്കാതെ ഓക്കെ, ഞാൻ താഴെ എഴുതി കൊടുത്തു. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യാനായിട്ടൊന്നും നല്ല ഹെന്നയുടെ മണം. ഹെയർ സെറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അഴിച്ചിടുന്നേ ഉള്ളൂ. രാവിലെ ഇട്ട പോലെ തന്നെ ജസ്റ്റ് ഹെയർ അഴിച്ചിടും. സോ ഷോളും കിട്ടിയിട്ട് റെഡിയാവും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ലുക്ക്. ഷോളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഹായ്.